ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന 5 സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ സ്കിൻ കെയർ ഇത് ഉണ്ടോ ഇല്ലയോ നമുക്ക് സംശയം വരും. അങ്ങനത്തെ 5 ഇൻഗ്രീഡിയൻസ് ആണ്. അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് കണ്ടിട്ട് അതിലൊന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ്. നമ്മുടെ 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന ആൾക്കാർ നയാസിനമൈഡ് വളരെ ചെറുതിൽ തന്നെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് വരും യൂസ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി, അതായത് ഇപ്പോഴത്തെ ഗ്ലോ ആൻഡ് ലവ്ലി ഇല്ലേ, ഈ സാധനം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ ബേക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 2% നയാസിനമൈഡിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ നയാസിനമൈഡ് എന്താന്ന് വെച്ചാൽ ഇത് വിറ്റാമിൻ ബി അണ്ടറിൽ വരുന്ന ഒരു പ്രോട്ടീനാണ്, വിറ്റാമിനാണ്. നയാസിൻ പ്രോട്ടീനിലെ വിറ്റാമിൻ നമ്മുടെ സ്കിന്നിന് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട്, ഡ്രൈ സ്കിൻകാരാണെങ്കിൽ സ്കിന്നിലെ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പരിധി വരെ നമ്മുടെ പിഗ്മെന്റേഷൻസിനെ കുറയ്ക്കാൻ, ഭയങ്കര വലിയ പിഗ്മെന്റേഷൻ അല്ല, ചെറിയ ചെറിയ പിഗ്മെന്റേഷൻസിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമുക്ക് ഒരു സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ട് ഒക്കെ വിറ്റാമിൻ ബി അഥവാ നയാസിനമൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് കൂടുതലായിട്ട് നമ്മൾ സെറത്തിന്റെ ഫോമിലേക്ക് റീസണിൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോയിസ്ചറൈസറിൽ വളരെ മുന്നേ തന്നെ ഇത് ഒരു പ്രോ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഈ മോയിസ്ചറൈസർ നമുക്ക് ഒരു ബ്രൈറ്റ്നസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രൈറ്റ്നസിന് വേണ്ടി അവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും നയാസിനമൈഡ്. ഇനി സെറത്തിന്റെ ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആലിയ ഭട്ടിന്റെ ഒരു വൈറൽ വീഡിയോ വെച്ചിട്ടാണ് ഈ ഒരു നയാസിനമൈഡ് നമ്മുടെ പ്രസന്റ് റീസൺ ആയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ആയിട്ട് വന്ന് 10% നയാസിനമൈഡ്. ഇത് ഉപയോഗിച്ച് ഒരുപാട് പേർക്കും സ്കിൻ ഇറിറ്റേഷൻസ് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 10% നയാസിനമൈഡും അതുപോലെ തന്നെ സിങ്കും ഉള്ളതാണ്. ഇത് നിങ്ങൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾ ഇതുവരെ ഒരു നയാസിനമൈഡ് ഒരു സ്കിൻ കെയർ ആക്റ്റീവ്സോ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു സാധനം 10% ഡെയിലി 2 നേരം കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൻ പേർജിങ് ഉണ്ടാവും, അതായത് മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബേസിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അത് പെട്ടെന്ന് ആദ്യം തന്നെ നമ്മൾ 10 കിലോ വെയിറ്റോ 5 കിലോ വെയിറ്റോ ഒക്കെ എടുക്കുന്ന പോലെയാണ് നമ്മൾ സ്കിൻ കെയറിൽ 10% നയാസിനമൈഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും സ്കിൻ ഇറിറ്റേഷൻസ് വരുത്തിയത്. ഇത് ഡെംഡോക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 10% നയാസിനമൈഡ് ആണ് എല്ലാവരും യൂസ് ചെയ്തതെങ്കിൽ തന്നെ ദ ഓർഡിനറിയുടെ 10% നയാസിനമൈഡിനകത്തും സിങ്ക് ഉണ്ട്. അതിന്റെ ലിറ്ററലി കോപ്പിയാണ് ഡെംഡോക്കിന്റെ പ്രൊഡക്റ്റ്. കാരണം അത് ഹൈ റേഞ്ചിലുള്ളതാണ്, പക്ഷേ ഇത് ലോ റേഞ്ചിലുള്ളതാണ്. ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് 10% നയാസിനമൈഡ് ഇത് ഓർഡിനറിയിൽ തന്നെ ഉപയോഗിച്ചപ്പോൾ ഒരുപാട് പേർക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് സ്കിൻ ഇറിറ്റേഷൻസ് ഒരുപാട് പേർക്ക് അന്ന് റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടിയ 10% വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടായി. ഇത് രണ്ടും ബ്രാൻഡിന്റെ ഇഷ്യൂ ആണ്. നമ്മൾ അത്രയും ഹൈ കോൺസെൻട്രേഷൻസ് സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റിന്റെ ആ ഒരു ഇത് അറിയാതെ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായതാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, ചേച്ചി ഞാൻ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്. കാരണം ഞാനിത് ബേസിക് ആയിട്ട് എല്ലാം പറയുന്നതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു 10% നയാസിനമൈഡ് വാങ്ങിച്ചു വെച്ചു പേർജിങ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി വേ എന്ന് വെച്ചാൽ അതിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. മോർണിംഗും നൈറ്റും ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ നൈറ്റ് മാത്രം യൂസ് ചെയ്യുക. അത് ഓൾട്ടർനേറ്റ് ടൈംസിൽ യൂസ് ചെയ്യാം. പക്ഷെ അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ മോക്കുരൊക്കെ ഒന്ന് സബ്ഡ്യൂ ആവാൻ, അതായത് ഒന്ന് കുറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക വേണം. അതൊന്ന് കുറഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഓൾട്ടർനേറ്റ് നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 2 വീക്ക് അങ്ങനെ ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് വീക്ക് 2 വീക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എല്ലാ നൈറ്റ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ 4th വീക്കിൽ മോർണിംഗിൽ ഓൾട്ടർനേറ്റ് മോർണിംഗിൽ യൂസ് ചെയ്യാം. 4th വീക്കിൽ നമുക്ക് ഫുൾ റൊട്ടീനായിട്ട് 2 നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ നയാസിനമൈഡ് ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 5% നയാസിനമൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡെർമക്കോയിൽ 5% നയാസിനമൈഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ സുഗന്ധിയിലും ഉണ്ട് 5% നയാസിനമൈഡ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം 5%, 2 to 5% അധികം സ്കിൻ ഇറിറ്റേഷൻസ് വരാത്ത റേഞ്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നയാസിനമൈഡ് ഒരുപോലെ യൂസ് ചെയ്യാം. പ്രഗ്നൻസി സേഫ് ആണ്, ബ്രസ്റ്റ് ഫീഡിങ് സേഫും ആണ്. അടുത്തതെന്ന് വെച്ചാൽ വരുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാമെന്നാണ്. 5% നയാസിനമൈഡ് സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. സ്കിൻ ബാരിയർ ഡാമേജ് ആയപ്പോൾ നമുക്ക് 5% നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിന്റെ ഒരു ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ 5% വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ
ഈ നയാസിനമൈഡ് ഒരിക്കലും നമുക്ക് സൺ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. മാത്രമല്ല എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ, അതായത് വിറ്റാമിൻ സി, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ് സിറംസ്, ഗ്ലൈക്കോളിക് ആസിഡ് സിറംസ്, ലാക്റ്റിക് ആസിഡ് സിറംസ്, മെന്റലിക് ആസിഡ് സിറംസ്, കോജിക് ആസിഡ്, ട്രാൻസാമിക് ആസിഡ്, അസലിക് ആസിഡ്, അങ്ങനെ പറയുന്ന എല്ലാത്തിന്റെ കൂടെ നമുക്ക് ഈ ഒരു നയാസിനമൈഡ് യൂസ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ബെൻസോയിൽ പെറോക്സൈഡ് മോക്കുരുവിന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ, ചേച്ചി ഞാൻ ടീനേജ് ആണ്, എനിക്ക് 5% യൂസ് ചെയ്യാമോ എന്നുള്ളതാണ്. ഞാൻ ബേസിക്കലി പറയും 18 ഏജിന് എബോവ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ നയാസിനമൈഡ് സ്കിൻ കെയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് നയാസിനമൈഡ് അടങ്ങിയ ഫേസ് മോയ്സ്ചറൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പ്ലമ്മിലൊക്കെ നയാസിനമൈഡ് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ടീനേജേഴ്സ്, പ്രത്യേകിച്ച് ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നയാസിനമൈഡ് മോയ്സ്ചറൈസേഴ്സ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ളത് സെറത്തിനേക്കാളും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് സെറത്തിന്റെ ആവശ്യം അധികം വരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. 18 ഏജിന് എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് 5% നയാസിനമൈഡ് സെറത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നയാസിനമൈഡിനെ പറ്റി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അഥവാ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് Q&A ചെയ്യാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി എന്ന് വെച്ചാൽ നമ്മൾ എന്തിനും യൂസ് ചെയ്യുന്ന, എപ്പോഴും സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് വിറ്റാമിൻ സി. എല്ലാ ബ്രാൻഡുകളും നന്നായിട്ട് നോർച്ചർ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് വിറ്റാമിൻ സി ആണ്. സ്കിൻ ബ്രൈറ്റ്നസ് വേണം, വിറ്റാമിൻ സി വേണം, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വിറ്റാമിൻ സി കിട്ടാനായിട്ട് വിറ്റാമിൻ സി ഉള്ള ഫ്രൂട്ട്സ്, അഥവാ പ്രത്യേകിച്ചും ലെമൺ ജ്യൂസ്, ലെമൺ ജ്യൂസ്, അതല്ലെങ്കിൽ ഓറഞ്ച്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് മുഖത്ത് ബേൺ വരുത്താനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് വിറ്റാമിൻ സിയുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, വിറ്റാമിൻ സി ലെമണിനകത്ത് ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷെ ലെമണിലുള്ള വിറ്റാമിൻ സിയുടെ pH വളരെ ചെറുതാണ്. അതായത് 2pH 2.54 നിൽക്കുന്നത് ലെമണിനകത്തുള്ള വിറ്റാമിൻ സി, സിട്രിക് ആസിഡിന്റെ pH. പക്ഷെ നമ്മൾ സ്കിൻ കെയറിലോട്ട് വിറ്റാമിൻ സി എടുക്കുമ്പോൾ അത് 4.55 pH നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ pH അതാണ്. ബേസിക്കലി നമ്മുടെ ആസിഡിക് നേച്ചറിലുള്ള സ്കിന്നാണ് നമുക്ക്, ആസിഡിക് ന്യൂട്രൽ pH സ്കിന്നാണ് നമുക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ പ്യൂർ ആസിഡിക് നേച്ചറിലുള്ള വിറ്റാമിൻ സി നമ്മൾ ഡയറക്റ്റ് ആയിട്ട്, പ്രത്യേകിച്ചും ലെമണൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ബേൺസും സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻസും വരാനുള്ള ചാൻസ്, ഇറിറ്റേഷൻസും റെഡ്നെസ്സും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ഇഷ്യൂ വിറ്റാമിൻ സിയിൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെമൺ മോർണിംഗിൽ നമ്മൾ യൂസ് ചെയ്യും. പ്രത്യേകിച്ച് ലെമൺ ഡയറക്റ്റ് മോർണിംഗിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ, സണ്ണിന്റെ പ്രസൻസിൽ വിറ്റാമിൻ സി നമുക്ക് ടാനിങ് ഉണ്ടാകും, നമ്മുടെ സ്കിന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആകും. അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് കറക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അത് വെച്ചിട്ട് നമ്മുടെ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്ക് പറഞ്ഞിടാം, എല്ലാവരും സ്കിൻ വെളുക്കാനായിട്ട് വിറ്റാമിൻ സി സെറംസ് യൂസ് ചെയ്യും. പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന കാര്യം മറന്നു, അല്ലെങ്കിൽ ഇനഫ് ക്വാണ്ടിറ്റി സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത സിറ്റുവേഷൻ വരുന്നു കഴിഞ്ഞാൽ വിറ്റാമിൻ സി യൂസ് ചെയ്താൽ നമ്മൾ കറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 99% നമ്മൾ കറക്കും എന്നുള്ളത് സത്യമാണ്. അപ്പൊ വിറ്റാമിൻ സി യൂസ് ചെയ്തുകൊണ്ടല്ല നിങ്ങൾ കറക്കുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ട് സൺ പ്രൊട്ടക്ഷൻ ചെയ്യാത്തതുകൊണ്ടാണ് കറക്കുന്നത്. വിറ്റാമിൻ സി സിറംസോ അല്ലെങ്കിൽ അതിന്റെ മോയ്സ്ചറൈസേഴ്സോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതെന്ന് വെച്ചാൽ, എത്ര കോൺസെൻട്രേഷനിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യണം എന്നുള്ളതാണ്. വിറ്റാമിൻ സി നമ്മൾ 5%, 10%, 15, 20 ഇങ്ങനെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. 30%ലോട്ട് ആരും പോവേ വേണ്ട. ഈവൻ 20 തന്നെ നമുക്ക് ആവശ്യമില്ല, മാക്സിമം 15 തന്നെ അധികമാണ്. അത് തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 5% വിറ്റാമിൻ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ്. അതും 18 ഏജിന് എബോവ് ഉള്ള ആൾക്കാർ. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു മുഖത്ത് ഒരുപാട് ആക്റ്റീവ് ആക്നെ ഉണ്ട്, അതിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനാണ് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപയോഗം ഒന്നുമില്ല. ഫസ്റ്റ് നിങ്ങൾ പിമ്പിൾസ് മാറ്റിയെടുക്കുക. പിമ്പിൾ ഉള്ള സമയത്ത് നമ്മൾ വിറ്റാമിൻ സി സ്കിന്നിലോട്ട് കൊടുത്താൽ സ്കിൻ ഇറിറ്റേഷൻസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടെന്നാലും നമ്മുടെ വിറ്റാമിൻ സി നല്ല ആന്റി ഓക്സിഡന്റ് ആണ് എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അത് നമ്മുടെ സ്കിന്നിനെ ചെറുതായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ മോക്കുരു ഇരിക്കുന്ന സമയത്ത് വിറ്റാമിൻ സി ഫേസിൽ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ മോക്കുരു ഒക്കെ മാറ്റിയതിന് ശേഷം ഒരു ബ്രൈറ്റ്നസിന് വേണ്ടി വിറ്റാമിൻ സി ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള പിമ്പിൾ മാർക്സ് ആണെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മാറത്തില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള ഡോട്ടുകളൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ വിറ്റാമിൻ സി യൂസ് ചെയ്താൽ മാറും. മാത്രമല്ല, നമ്മൾ ആന്റി ഏജിങ്ങിന് വിറ്റാമിൻ സി സ്കിൻ കെയർ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ സൺ റേസിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കളിച്ച് നടക്കും, അത് നമ്മുടെ സ്കിന്നിൽ വന്ന് കയറിയിട്ട് നമ്മുടെ സ്കിന്നെ ഡാമേജ് ആണ്. അത് തടയാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ സി കുടിക്കാനൊക്കെ പറയുന്നത് അതൊക്കെ അതിന്റെ ഒരു ഇതായിട്ടാണ്. പക്ഷെ അതിന്റെ കൂടെ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ 2 ഫിംഗർ റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കാനേ പാടില്ല.
ഇതാണ് വിറ്റാമിൻ സിയുടെ ഏറ്റവും ബേസിക് റൂൾ. മാത്രമല്ല വിറ്റാമിൻ സി ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗിലാണ് സൺസ്ക്രീനിന്റെ കൂടെ. നൈറ്റിൽ ഉപയോഗിക്കുന്നെങ്കിൽ നല്ല ഹൈ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ കോൺസെൻട്രേഷൻ 5 to 10, 15 ഒക്കെ ആണെങ്കിൽ നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ബിഗിനർ ആണെങ്കിൽ മാക്സിമം 10% മാത്രമേ മോർണിംഗിൽ യൂസ് ചെയ്യാനും പാടുള്ളൂ. അതിന്റെ കൂടെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. നൈറ്റിൽ റെറ്റിനോൾ സിറം, സാലിസിലിക് ആസിഡ് സിറം, ഗ്ലൈക്കോളിക് ആസിഡ് സിറം പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മോർണിംഗിലാണ് വിറ്റാമിൻ സി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കോജിക് ആസിഡ്, അസലിക് ആസിഡ്, ട്രാനിക്സാമിക് ആസിഡ് പോലെ നയാസിനമൈഡ്, ഹൈലൂറോണിക് ആസിഡിന്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ അടുത്തൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഒരിക്കലും വെള്ളത്തിന്റെ പ്രസൻസിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യും. അതായത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി ഡ്രൈ ആക്കിയ ശേഷം മാത്രമേ വിറ്റാമിൻ സി സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. റീസൺ എന്ന് വെച്ചാൽ വിറ്റാമിൻ സി പെട്ടെന്ന് നശിച്ചു പോണ സാധനമാണ്, ഓക്സിഡൈസ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ എപ്പോഴും സ്കിൻ ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം നിങ്ങളുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വിറ്റാമിൻ സി സെറത്തിന്റെ ഫോമിൽ മാത്രമല്ല നമ്മുടെ മോയിസ്ചറൈസറിന്റെ ഫോമിൽ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇനി വിറ്റാമിൻ സി അടങ്ങിയ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, വിറ്റാമിൻ സി അടങ്ങിയ സൺസ്ക്രീൻ ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ഒന്ന് ഡാർക്ക് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ വിറ്റാമിൻ സി നന്നായിട്ട് ഓക്സിഡൈസ് ആവും. അപ്പൊ അത് കാരണം നമ്മൾ ആ സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയ സൺസ്ക്രീൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അത് കാരണം നമുക്ക് ടാനും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ആൾക്കാർക്ക് നല്ലതായിരിക്കും, ചില ആൾക്കാർക്ക് നല്ലതല്ല. അപ്പൊ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ട് ഡാർക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനകത്ത് വിറ്റാമിൻ സി അടങ്ങിയ സൺസ്ക്രീൻ ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഡോട്ട് ആൻഡ് കിഡ യെല്ലോ സൺസ്ക്രീൻ ഒക്കെ വിറ്റാമിൻ സി അടങ്ങിയതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വിറ്റാമിൻ സിയെ പറ്റി പറയാനുള്ളത്, ടീനേജേഴ്സിന് നല്ലതല്ല. നമ്മൾ 18 ഏജിന് എബോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ബ്രൈറ്റ്നസിന് മാത്രമല്ല ആന്റി ഏജിങ് വിറ്റാമിൻ സി വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ 20-25 ഏജിലൊക്കെ ഡെയിലി നല്ല രീതിയിൽ വിറ്റാമിൻ സിയും സൺസ്ക്രീനും കൂടി യൂസ് ചെയ്താൽ സ്കിൻ പെർഫെക്റ്റ് ആയിട്ട് ഫൈൻ ലൈൻസ് നിങ്ങൾക്ക് ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൂടുതലായിട്ട് നമ്മൾ വിറ്റാമിൻ സിയെ പറ്റി ലാസ്റ്റ് വീക്കെൻഡ് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അതും കൂടെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് വിറ്റാമിൻ സിയെ പറ്റി ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണം, നമുക്ക് വേണ്ടിയിൽ അത് തീർക്കാവുന്നതാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഹൈലറോണിക് ആസിഡ്. ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. നിങ്ങൾ ഏതൊരു മോയിസ്ചറൈസർ നമ്മുടെ സ്കിൻ ഡ്രൈ മാറ്റുള്ള മോയിസ്ചറൈസർ നോക്കിയാലും അതിനകത്ത് ഹൈലറോണിക് ആസിഡ് കാണും. പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ഹ്യൂമിഡ് കണ്ടീഷനിലൊക്കെ ഹൈലറോണിക് ആസിഡ് വൺ ഓഫ് ദി ബെസ്റ്റ് സിറം ആണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊരു മസ്റ്റ് സിറം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് സിറത്തിന്റെ ഫോമിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമ്മുടെ മോയിസ്ചറൈസേഴ്സിന്റെ ഫോമിൽ യൂസ് ചെയ്താലും മതി. പിന്നെ ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മുടെ വിറ്റാമിൻ സിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അത് ക്ലീൻ ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ പോലെയല്ല. ഹൈലറോണിക് ആസിഡ് എപ്പോഴും നമ്മൾ ഡാം ഫേസിൽ വേണം അപ്ലൈ ചെയ്യാൻ. എന്തെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് യൂസ് ചെയ്ത് ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ചെറിയ ഇളം നനവ് കൊടുത്തിട്ട് ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം. ഇതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഹൈലറോണിക് ആസിഡ് വാട്ടർ മോളിക്യൂൾസ് പിടിച്ചു നിർത്താൻ കഴിവുള്ള സാധനമാണ്. നമ്മൾ ഇനഫ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വെള്ളം ഇത് വലിച്ചെടുക്കാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. അപ്പൊ എന്തിനാണോ നമ്മൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് ഫലം ഹൈലറോണിക് ആസിഡ് നമുക്ക് തരും. ഹൈലറോണിക് ആസിഡ് 2 നേരെ യൂസ് ചെയ്യും. 2% നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യും. ടീനേജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണ് ഹൈലറോണിക് ആസിഡ്. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ് ടീനേജേഴ്സ് ടൈമിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യും. നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യും. ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ വിറ്റാമിൻ സി സെറത്തിന്റെ കൂടെ സാലിസിലിക് ആസിഡ് സെറം, റെറ്റിനോൾ സെറം, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, കോജിക് ആസിഡ്, നയാസിനമൈഡ് എന്തിന്റെ കൂടെ നമുക്ക് ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് അത് എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആഡ് ഓൺ സിറംസ് ആണ്. കെമിക്കൽ പീലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷന് വേണ്ടി, അതിൽ നമ്മുടെ ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രേഷന് വേണ്ടി നമുക്ക് മസ്റ്റ് ആയിട്ട് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യും. അതല്ലാണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് സ്കിൻ കെയർ റൂട്ടീൻ ഹൈലറോണിക് ആസിഡ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടതേ പറയും. നമ്മളിപ്പോൾ ആന്റി ഏജിന് വേണ്ടി സ്ട്രിക്റ്റ് ആയിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യാനായിട്ട് നയാസിനമൈഡ് യൂസ് ചെയ്യാം എന്ന് പറയുന്ന പോലെ അല്ല ഹൈലറോണിക് ആസിഡ്. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നല്ല ഹ്യൂമിഡ് കണ്ടീഷനിൽ താമസിക്കുന്ന സ്കിൻ തീരെ വെള്ളം പിടിച്ച് നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹൈലറോണിക് ആസിഡ് സിറംസ് യൂസ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു ആഡ് ഓൺ സ്റ്റെപ്പ് മാത്രമാണ്. നമ്മുടെ മോയിസ്ചറൈസർ ഹൈലറോണിക് ആസിഡ് ഉണ്ടെങ്കിൽ ഇനഫ് ആയിട്ട് മതി. പിന്നെ അണ്ടർ ഐയിൽ ഹോളോനെസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു പരിധിവരെ അതിന്റെ ഒരു അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് ഹൈലറോണിക് ആസിഡ് അണ്ടർ സിറംസ് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ലിപ്പിനൊന്ന് പ്ലം ആക്കാൻ നമുക്ക് ഹൈലറോണിക് ആസിഡ് വളരെ നല്ലൊരു സാധനമാണ്. പക്ഷെ ഒരിക്കലും അത് ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടീനേജേഴ്സിന് യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും, സെൻസിറ്റീവ് ടു ടീനേജേഴ്സ് ടു ഡ്രൈ കോമ്പിനേഷൻ എല്ലാ സ്കിൻ കെയർക്കാർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഓയിലി സ്കിൻകാർക്ക് ഹൈലറോണിക് ആസിഡിന്റെ ആവശ്യം തീരെയില്ല. ഓയിലി സ്കിൻകാർ ഹൈലറോണിക് ആസിഡ് സിറംസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അതിനേക്കാൾ ഏറ്റവും നല്ല നമ്മുടെ മോയിസ്ചറൈസേഴ്സിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ ന്യൂട്രിജീനയുടെ ഹൈലറോണിക് ആസിഡ് മോയിസ്ചറൈസേഴ്സ്, ഹൈഡ്രോ ബൂസ്റ്റർ ഒക്കെ
നല്ല എക്സാമ്പിൾ ആണ്. അടുത്ത സിറമാണ് സാലിസിലിക് ആസിഡ് സിറം. ഞാൻ ഈ റീസെന്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ DMs കേട്ടിട്ടുള്ള പ്രശ്നമാണ്, പ്രത്യേകിച്ചും ടീനേജ് ആയിട്ടുള്ള ആൺപിള്ളേർ പറഞ്ഞിട്ടുള്ള പ്രോബ്ലമാണ്, ചേച്ചി സാലിസിലിക് ആസിഡ് ഉപയോഗിച്ച് സ്കിൻ പോയി മൂക്കുരു വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മൂക്കുരു മാറാനായിട്ടാണ് ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തത്. ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് മൂക്കുരു മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു BHA ആണ്, അതായത് നമ്മുടെ പോസിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് BHA, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. ഇത് ഓയിൽ ലവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഹൈഡ്രോണിക് ആസിഡ് എന്ന ഹൈഡ്രോക്സി ആസിഡ് ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നകത്ത് ഓയിലിന് പുൾ ഔട്ട് ചെയ്യാനും സെബേഷ്യസ് ഗ്ലാൻഡ് ചെയ്യുന്നുണ്ട്, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും സാലിസിലിക് ആസിഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ 2% വരെ മാത്രമാണ് നോർമൽ കേസുകളിൽ സാലിസിലിക് ആസിഡ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത്. സെറത്തിന്റെ ഫോമിലുണ്ട്, ക്രീമിന്റെ ഫോമിലുണ്ട്, ഇൻഫാക്ട് ക്ലീനിങ് സൊല്യൂഷനിൽ വരെ നമുക്ക് സാലിസിലിക് ആസിഡ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനത്തിന്റെ ഫുൾ റേഞ്ച് നമുക്ക് ഒരു ബ്രാൻഡിൽ ഉണ്ടാവും. ഫേസ് വാഷ് കാണും, സിറംസ് കാണും, മോയിസ്ചറൈസേഴ്സ് കാണും, എല്ലാം വാങ്ങി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും. ഉണ്ടാവുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് 2% സിറം വാങ്ങിച്ചു, 2% മോയിസ്ചറൈസർ വാങ്ങിച്ചു, 4% നമ്മളെ സ്കിന്നിലോട്ട് പോകും. ഏത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും, സ്കിൻ ഡ്രൈ ആക്കും. അതിന്റെ കൂടെ ഒരു പരിധിവരെ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഇത് കാരണം നമ്മുടെ പുറത്തുള്ള സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് നമുക്ക് സ്കിന്നിനകത്ത് കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ സാലിസിലിക് ആസിഡ് എക്സ്ട്രീംലി ഓയിൽ അല്ല എന്നുണ്ടെങ്കിൽ 2 ടൈംസിലേക്കോ ഒരു വീക്കിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഈവൻ ദോ നമ്മുടെ ബോട്ടിൽ AM PM എഴുതിയിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യാൻ നമ്മുടെ സ്കിൻ അത്രയും ടോളറേറ്റ് ചെയ്യാനായിട്ട് പോണില്ല. AM ലും PM ലും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യും, പക്ഷെ AM ഓർ PM ആണ് എന്നുള്ളതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി 2 ടൈംസ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വീക്കിലി വൺസോ, അതല്ല നിങ്ങൾക്ക് ക്ലൈമറ്റ് വെച്ചിട്ട് നമ്മുടെ ഓയിൽ സ്കിൻ ടൈപ്പ് മാറുമല്ലോ, ആ ടൈപ്പിൽ എക്സ്ട്രീംലി ഓയിൽനെസ് ഫീൽ ആവുന്ന ടൈമിൽ മാത്രം സാലിസിലിക് ആസിഡ് സിറംസ് ഫേസിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി സാലിസിലിക് ആസിഡ് ഫേസ് വാഷിലോട്ട് വന്നാൽ നല്ല ഓയിൽക്കാരും കോമ്പിനേഷൻകാരും പിന്നെ ആക്നെ ഉള്ള ആൾക്കാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. അപ്പൊ എന്റെ സൈഡിലോട്ടൊക്കെ ഇതിൽ കുറെ കാണുന്നത് എന്റെ ഫേവറേറ്റ് ഫേസ് വാഷ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. ബ്രാൻഡ് ഒന്നും നോക്കാൻ ഞാൻ വാങ്ങിയത് ഫേസ് വാഷാണ്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ചിലപ്പോൾ സ്കിന്നിന് ചെറിയ രീതിയിൽ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതുവരെ സാലിസിലിക് ആസിഡ് എന്താണെന്ന് പോലും അറിഞ്ഞാത്ത സ്കിന്നിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നൈറ്റിൽ മാത്രം ഡെയിലി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്രാജുവലി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. അതായത് നൈറ്റിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ചില ദിവസങ്ങളിൽ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഡെയിലി മോർണിംഗ് അങ്ങനെ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറാനും വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് സാലിസിലിക് ആസിഡ്. പക്ഷെ ട്രിക്കി ആയിട്ട് ഇഷ്യൂ പറഞ്ഞുതരാം. നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസും ഒക്കെ വരുന്നത് അവിടെ മാത്രം സാലിസിലിക് ആസിഡ് അപ്ലൈ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് കിട്ടും. മറ്റുള്ള സ്കിൻ അത് അഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓയിലിന് ലവ് ചെയ്യുന്ന സാധനമാണ് സാലിസിലിക് ആസിഡ്. അപ്പൊ അത് കാരണം നമ്മുടെ സ്കിന്നെ ഡ്രൈ ആക്കാൻ സാലിസിലിക് ആസിഡിനെ പറ്റും. അപ്പൊ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ ഫോമിലോ മോയിസ്ചറൈസേഴ്സിന്റെ ഫോമിലോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിറത്തിന്റെ ഫോമിലാണെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസേഴ്സ് ഫോളോ ചെയ്യുക. മോയിസ്ചറൈസേഴ്സിന്റെ ഫോമിലാണെങ്കിൽ നയാസിനമൈഡ്, ഹൈഡ്രോണിക് ആസിഡ് പോലെയുള്ള സിറംസും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെനിഫിറ്റ് ആവും. കാരണം നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ നമ്മൾ ഹൈഡ്രേഷൻ കൊടുക്കും, അപ്പൊ ഡ്രൈ ആവത്തില്ല. അത് കാരണം നമ്മുടെ ഡ്രൈനെസ് കാരണം സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും പോണില്ല. അപ്പൊ അത് നിങ്ങൾ സാലിസിലിക് ആസിഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വിറ്റാമിൻ സി സിറത്തിന്റെ കൂടെ, റെറ്റിനോൾ സിറത്തിന്റെ കൂടെ, ഗ്ലൈക്കോളിക് ആസിഡ് സിറത്തിന്റെ കൂടെ, ലാക്റ്റിക് ആസിഡ് സിറത്തിന്റെ കൂടെ, മെന്റലിക് ആസിഡ് സിറത്തിന്റെ കൂടെ, ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ കൂടെ നമ്മൾ സാലിസിലിക് ആസിഡ് സിറം നോർമലി യൂസ് ചെയ്യാറില്ല. സിറം നോർമലി യൂസ് ചെയ്യാറില്ല. ഫേസ് വാഷിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇഷ്യൂ, കാരണം നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നില്ലല്ലോ. ബാക്കി നൈറ്റിലോ മോർണിംഗിലോ എപ്പോഴും വേണമെങ്കിലും നമുക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആ ഫേസ് വാഷ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, വീക്കിലി വൺസ് ഓർ ട്വൈസ് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെങ്കിൽ എക്സ്ട്രീംലി ഓയിൽനെസ്സോ അതല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള സ്ഥലത്ത് കൂടുതലായിട്ടും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മറ്റുള്ള ഭാഗങ്ങൾ ലാദറി വെച്ചിട്ട് കഴുകുന്നതാണ് കുറച്ചും കൂടെ ബെസ്റ്റ്. അപ്പൊ നമ്മുടെ സ്കിൻ അത്ര ഡ്രൈ ആവാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൊണ്ട് സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യാം. പിന്നെ അതല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ പിമ്പിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഫേസ് വാഷിന്റെ ഫോമിൽ വീക്ക്ലി ത്രൈസ് മാത്രമൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കാനായിട്ട് സാലിസിലിക് ആസിഡ് പറ്റും. ഇനി സാലിസിലിക് ആസിഡിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടി തീർക്കാം. അടുത്ത ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളതാണ് കോജിക് ആസിഡ്.
കോജിക് ആസിഡ് ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. അതായത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കോജിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസിന്റെ മാർക്ക് അല്ലെങ്കിൽ സൺ ഡാമേജ് കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ പോലെയുള്ള കണ്ടീഷൻ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഈവൻ നമ്മൾ ബേൺ കാരണം ഉണ്ടായ ഒരു പരിധി വരെയുള്ള ഡാർക്ക്നെസ് മാറ്റാനും കോജിക് ആസിഡ് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ട്രോമ വരുമ്പോഴാണ് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നത്. ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടുന്ന എന്ന് വെച്ചാൽ മെലാനോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലിൽ നിന്ന് ടൈറോസിനേസ് ഇൻഹിബിറ്റർ മെലാനോസൈറ്റിൽ സിഗ്നൽ കൊടുക്കും. അവർ മെലാനിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഈ സിഗ്നൽ കൊടുക്കുന്ന ടൈറോസിനെ തടയാനായിട്ട് ടൈറോസിനേസ്, സോറി ഞാൻ പറഞ്ഞ മൊത്തം കൺഫ്യൂഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെലാനോസൈറ്റ്സ്. ഈ മെലാനോസൈറ്റ്സിന് എപ്പോഴും ഒരു മെസ്സേജ് കിട്ടും, ടൈറോസിനേസ് എന്ന് പറഞ്ഞ എൻസൈം വരും. അപ്പോഴാണ് ടൈറോസിനേസ് എൻസൈം വർക്ക് ചെയ്യും, മെലാനോസൈറ്റ്സിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും മെലാനിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ലല്ലോ. അപ്പൊ ആ മെസ്സേജ് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. കോജിക് ആസിഡ് കൂടാതെ 5 എണ്ണം കൂടെ വേറെ ഉണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ അസലിക് ആസിഡ്, ട്രാനിക്സാമിക് ആസിഡ്, ആൽഫ അറബേറ്റ്, ഗ്ലൈക്കോളിക് ആസിഡ്, പിന്നെ നമ്മുടെ ഹൈഡ്രോക്വിനോൺ. ഈ 5 ഇൻഗ്രീഡിയന്റ് നമ്മളിപ്പോ മെലാനിൻ പ്രൊഡക്ഷൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷെ അത് ഹൈഡ്രോക്വിനോൺ നമ്മൾ ഹൈലി ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബാക്കി 4 നമ്മൾ നോർമലി സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇതിനെ പറ്റി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എനിവേസ് ബാക്ക് ടു ടോപ്പിക്. അതുകൊണ്ട് തന്നെ നമ്മൾ കോജിക് ആസിഡ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് പക്ഷേ നമ്മൾ ഒരിക്കലും പ്രഗ്നൻസി സേഫ് ആവും, ബ്രസ്റ്റ് ഫീഡിങ് സേഫോ അല്ല. അതുകൊണ്ട് തന്നെ ആ ടൈമുകളിൽ നമ്മൾ കോജിക് ആസിഡ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. 2 to 3% ആണ് നോർമലി നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അതിനെപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് മാറും, സ്കിന്നിന് പീൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ റീസെന്റ് ഒരുപാട് ഷോർട്സും വീഡിയോസും ഒക്കെ കാണുന്നുണ്ട്. ഈ കോജിക് ആസിഡ് 6%, 12% ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ കറുപ്പ് മാറ്റാനായിട്ട്. നമ്മുടെ നോർമൽ സ്കിൻ ടോൺ മാറ്റുന്നതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. നമ്മുടെ സ്കിൻ അങ്ങനെ നിർത്തി ഹെൽത്തി ആക്കി വെക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെലാസ് മാറ്റാൻ കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കോജിക് ആസിഡ് സൺ സെൻസിറ്റീവ് ആക്കോ നമ്മുടെ ഫേസിന് എന്നുള്ളതാണ്. ഫോട്ടോ സെൻസിറ്റീവ്, അതായത് ഒരിക്കലും ആക്കത്തില്ല കോജിക് ആസിഡ്, ഫോട്ടോ സെൻസിറ്റീവ് ആക്കത്തില്ല. നമുക്ക് 2 നേരം കോജിക് ആസിഡ് യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസിനോടും സാലിസിലിക് ആസിഡ് തൊട്ട് നയാസിനമൈഡ് വരെയുള്ള ഞാൻ കൊടുത്തേക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസിനും കൂടെ നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ 18 ഏജിലേപ്പോൾ വേണം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഡെർമക്കോലൊക്കെ 3% കോജിക് ആസിഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാം. 2% ആണ് നമുക്ക് എപ്പോഴും ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മെലാസ്മ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. മാത്രമല്ല നിങ്ങൾ സൺസ്ക്രീൻ കൂടെ ഫോളോ ചെയ്യുക. കാരണം മെലാസ്മയൊക്കെ സൺ ഡാമേജ് കാരണം ഉണ്ടാക്കുന്നതാണ്. ഈവൻ ദോ കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ വേണ്ട എങ്കിലും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് കോജിക് ആസിഡ് സൺസ്ക്രീൻ ആണ് മെലാസ്മ ആയിട്ടുള്ള വെയിറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾക്ക് ഹീറ്റ് ഡാമേജ്, ഹീറ്റ്, സ്ട്രെസ്, ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് മെലാസ്മ വന്നിട്ടുള്ളെങ്കിൽ അത് മാറാനായിട്ട് നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെ മൗത്തിന് ചുറ്റും വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻസ്, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം സ്കിൻ ലിക്കിങ് കാരണമാകാം. അത് മാറാനും കോജിക് ആസിഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുവിധം എല്ലാ ടൈപ്പ് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റുന്ന കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ കയ്യിലെയും കാലിലെയും പിഗ്മെന്റേഷൻ കുറച്ച് ഇന്റൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കോജിക് ആസിഡിനേക്കാൾ നല്ലത് ഗ്ലൈക്കോളിക് ആസിഡിനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി കോജിക് ആസിഡിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കോജിക് ആസിഡിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന മെയിൻ 5 ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഏതാണ് യൂസ് ചെയ്തതെന്ന് പറയാം. നിങ്ങൾ ഈ ഞാൻ പറയാത്ത രീതിയിലൊക്കെയാണ് യൂസ് ചെയ്തത്, അത് യൂസ് ചെയ്ത സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജ് വരുത്തിയോ എന്നുള്ള കാര്യം പറയാൻ മറക്കണ്ട, കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്ന ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.